സഹപ്രവർത്തകരെ, ആരാധരായ ഗുരുജനങ്ങളെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം തിരിച്ചുകൊണ്ടുപോകാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ ദേശീയ ജനാധിപത്യ സഖ്യം സ്ഥാനാർത്ഥി ശ്രീ വി മുരളീധരൻജിയുടെ ഈ മണ്ഡലത്തിലെ പര്യടനത്തിന്റെ രണ്ടാമത്തെ ദിവസമാണെന്ന്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ കേരളം വളരെ ആവേശത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നോക്കി കാണുന്നത്. കഴക്കൂട്ടം മണ്ഡലത്തിൽ വന്ന ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി തിരുവനന്തപുരം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ സൂചിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിഞ്ഞ ഒരുപാട് വർഷമായി ജനുവരി മാസമായി കഴിഞ്ഞാൽ ജൂൺ മാസം വരെ കുടിവെള്ളത്തിന് ഏറ്റവും രൂക്ഷമായ പ്രശ്നം നേരിടുന്ന ഒരു സ്ഥലമാണ് ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലം. തിരുവനന്തപുരം സിറ്റിയിൽ പൊതുവെ കുടിവെള്ള പ്രശ്നമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിലൊന്നാണ് കുളത്തൂർ ഉൾപ്പെടെയുള്ള ആറ്റിപ്ര ഉൾപ്പെടെയുള്ള കഴക്കൂട്ടം ടെക്നോ പാർക്കിന്റെ മേഖല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ. ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടി നാളിതുവരെ സംസ്ഥാനം ഭരിച്ച സർക്കാരിനോ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണ നേതൃത്വത്തിനോ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ചർച്ച ആരംഭിച്ചത്. ഇന്നലെ ലഭ്യമായ ചില രേഖകളിൽ നിന്നും പരിശോധിച്ചപ്പോഴേക്കും ഈ കുളത്തൂർ ഭാഗത്തേക്കുള്ള പല റോഡുകളും ടാറ് കട്ട് ചെയ്യുവാൻ വേണ്ടിയുള്ള അപേക്ഷ LDF ഭരിച്ചിരുന്നപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതി 1-2 വർഷം വൈകിപ്പിച്ചു. ടാർ കട്ടിങ്ങിനുള്ള അപേക്ഷ ഒരു 24 മണിക്കൂർ കൊണ്ട് അതിന് പെർമിഷൻ കൊടുക്കാമെന്ന വസ്തുത നിലവിലിരിക്കെ എന്തുകൊണ്ടാണ് മാസങ്ങളോളം ഇതിനുള്ള അപേക്ഷ വച്ച് LDF ഭരണസമിതി താമസിപ്പിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള അന്വേഷണം നടത്തണം. ഇത്രയും കാലമായിട്ടും കഴക്കൂട്ടത്തെ കുടിവെള്ള പ്രശ്നം അവർക്ക് പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല. ഈ വിഷയമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെമ്പാടും ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം. അതുപോലെ തന്നെ ഇന്നലെ മാർച്ച് മാസം 31-ാം തീയതി കഴിഞ്ഞു, ഒരൊറ്റ ബില്ലും പാസ്സായിട്ടില്ല. അതുകൊണ്ട് തന്നെ കോൺട്രാക്ടർമാരും തന്നെ അടുത്ത വർഷത്തെ വർക്ക് മരാമത്ത് പണികൾ ഏറ്റെടുക്കുന്നില്ല. 23-ാം തീയതിക്ക് ശേഷം ട്രഷറിയിൽ ഒരു ബില്ലും സ്വീകരിച്ചിട്ടില്ല. 23-ാം തീയതിക്ക് മുൻപ് കൊടുത്ത ബില്ല് തന്നെ മുഴുവനും അവിടെ ക്യൂവിലാണ്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആയിരക്കണക്കിന് പഞ്ചായത്തുകൾക്കും കോർപ്പറേഷനുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കും കൊടുക്കേണ്ട 3ാം ഗഡു വിഹിതം ലഭിച്ചിട്ടില്ല. ഇപ്പോ ഞാൻ മേയർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ 3 ഘട്ടമായിട്ടാണ് പ്രധാനമായും സംസ്ഥാന സർക്കാരിന്റെ വിഹിതം നമുക്ക് തരേണ്ടത്. 2 ഘട്ടം കിട്ടി, 3ാമത്തെ ഘട്ടം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോർപ്പറേഷൻ ചെലവഴിക്കേണ്ട പല കാര്യങ്ങൾക്കും ചെലവഴിക്കുവാൻ വേണ്ടി പണമില്ല. ഇത്തരത്തിൽ കുത്തുമാല എടുത്തു നിൽക്കുന്ന ഒരു സർക്കാരിന്റെ പ്രതിനിധിയായിട്ടാണ് ആ സർക്കാരിനെ ഈ അവസ്ഥയിലാക്കിയിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രൻ ഈ നിയോജക മണ്ഡലത്തിൽ നിന്ന് വോട്ട് ചോദിക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൗതുകം. വർഷങ്ങളായി MLA-യും മന്ത്രിയുമായിരുന്നിട്ടും ഇവിടുത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുവാൻ വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കുവാൻ സാധിക്കാത്ത പ്രതിനിധിയാണ് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ എന്നുള്ളതാണ് ഇവിടുത്തെ കൗതുകം. 2016-ൽ വെറും 7000 വോട്ടിനാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാൻ സാധിക്കാതെ പോയത്. അതിനുശേഷം നരേന്ദ്രമോദി ഗവൺമെന്റിൽ ഏറ്റവും വിജയകരമായിട്ട് സ്വന്തം മന്ത്രാലയം നോക്കിയ മന്ത്രി എന്നുള്ള നിലയ്ക്കുള്ള ബഹുമതിയോടുകൂടിയാണ് ആരാധ്യനായ പ്രധാനമന്ത്രി കേരളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുവാൻ വേണ്ടി വി മുരളീധരൻജിയെ കഴക്കൂട്ടത്തേക്ക് അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഒരു പൂ ചോദിച്ചപ്പോൾ ഒരു പൂന്തോട്ടം തത്തുവന്നത് പോലെ 14 കൗൺസിലർമാരെ വിജയിപ്പിച്ച് ചരിത്രം സൃഷ്ടിച്ച നിയോജക മണ്ഡലമാണ് കഴക്കൂട്ടം നിയോജക മണ്ഡലം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ പറയുന്നു, നിങ്ങൾക്ക് ഞങ്ങൾ തന്ന വാക്ക് പോലെ തന്നെ ഒരു ദിവസം 18 മണിക്കൂർ ഇവിടെ ഇപ്പൊ ആറ്റിപ്ര കൗൺസിലർ സുനിലുണ്ട്, കാര്യവട്ടം കൗൺസിലർ സന്ധ്യാറാണി ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ വാക്ക് തന്നതുപോലെ ഒരു ദിവസം 17-18 മണിക്കൂർ ജനങ്ങളുടെ ഇടയിലുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നു. ഞങ്ങൾ തെരുവു നായ്ക്കളെ ഷെൽട്ടറിൽ അടച്ചു തുടങ്ങി. വേസ്റ്റ് മാനേജ്മെന്റ് കാര്യം ഞങ്ങൾ പരിഹരിച്ചു തുടങ്ങി. പാവപ്പെട്ടവർക്ക് വീട് നൽകുന്ന പദ്ധതികൾക്ക് ഞങ്ങൾ തുടക്കം കുറിച്ചു തുടങ്ങി. ഞങ്ങൾക്ക് നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറം പോകണമെങ്കിൽ, നമ്മളുടെ നാടിന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണസമിതിയെ സഹായിക്കുവാൻ, രാഷ്ട്രീയമായിട്ട് സഹായിക്കുവാൻ ഒരു പിടി MLA-മാർ ഞങ്ങൾക്ക് കേരളത്തിന്റെ നിയമസഭയിൽ ഉണ്ടാകണം. പതിറ്റാണ്ടുകളുടെ പൊതുപ്രവർത്തനം നടത്തി അനുഭവ സമ്പത്തുള്ള പരിചയ സമ്പത്തുള്ള വി മുരളീധരൻജി കേരള നിയമസഭയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷന്റെ ശക്തിയാണ് വർദ്ധിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന 6
ദിവസങ്ങളിൽ രാത്രിയെ പകലാക്കിക്കൊണ്ടുള്ള ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ദുർഭരണം അവസാനിപ്പിക്കുവാൻ വേണ്ടിയുള്ള വലിയൊരു പോരാട്ടമായിരിക്കണം. ഒരു സംശയവും വേണ്ട. പി മുരളീധരൻജി ഉൾപ്പെടെയുള്ള BJP സ്ഥാനാർത്ഥികൾ വിജയിച്ച് നിയമസഭയിലെത്തിയാൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഉൾപ്പെടെ പങ്കാളിത്തത്തോടെ ഈ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിലെ കുടിവെള്ള പ്രശ്നം ഉൾപ്പെടെയുള്ളവ എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണമെന്ന് മേയർ എന്നുള്ള നിലയ്ക്ക് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ ഈ പരിപാടി ഇന്നത്തെ പര്യടനം ഉദ്ഘാടനം ചെയ്ത് പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏപ്രിൽ 9-ാം തീയതി നടക്കാൻ പോകുന്ന കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെയും ഭാരതീയ ജനതാ പാർട്ടിയുടെയും പ്രതിനിധി എന്നുള്ള നിലയിൽ മത്സരിക്കുന്ന എൻ്റെ ഈ പ്രചരണ വാഹന പര്യടനം ഇന്ന് ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായിട്ടുള്ള തിരുവനന്തപുരം മേയർ ശ്രീ VV രാജേഷ് അവർകൾ, ഇവിടെ ഈ സ്വീകരണത്തിന് പങ്കാളിയായിട്ടുള്ള നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ സുനിൽ, ഏരിയ പ്രസിഡന്റ് ശ്രീ ഷാജു കൃഷ്ണ, കൗൺസിലർ ശ്രീമതി സന്ധ്യ റാണി, കാമരാജ് കോൺഗ്രസ് പ്രസിഡന്റ് ജില്ലാ പ്രസിഡന്റ് ശ്രീ സുദേവൻ, മണ്ഡലം പ്രസിഡന്റ് ശ്രീ അശോകൻ, BDJS മണ്ഡലം പ്രസിഡന്റ് ശ്രീ അജി കല്ലമ്പള്ളി, മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, ഈ പ്രദേശത്തെ ജനാധിപത്യ വിശ്വാസികളായ സമ്മതിദായകരെ, എല്ലാവർക്കും നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യത്തെക്കുറിച്ചും ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ സൃഷ്ടിക്കാൻ പോകുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് സൃഷ്ടിക്കാൻ പോകുന്ന മാറ്റത്തെക്കുറിച്ചുമൊക്കെ എനിക്ക് മുൻപ് സംസാരിച്ച പാർട്ടിയുടെ നേതാക്കന്മാരും ഉദ്ഘാടന കർമ്മം നിർവഹിച്ച ബഹുമാന്യനായിട്ടുള്ള മേയറും സൂചിപ്പിച്ചു കഴിഞ്ഞു. കഴക്കൂട്ടം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേഗതയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ പ്രദേശം എന്നുള്ള നിലയിലാണ് കഴക്കൂട്ടം അറിയപ്പെടുന്നത്. ഒരു വശത്ത് ടെക്നോ പാർക്കും മറുവശത്ത് മെഡിക്കൽ കോളേജും RCCയും ശ്രീചിത്രയും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ, കേരള യൂണിവേഴ്സിറ്റി, LNCP, ഒരു സർവകലാശാലയാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മാറിവാനിയസ് ക്യാമ്പസ്, അങ്ങനെ വലിയ വികസന സാധ്യതകൾ, ആ വികസന സാധ്യതകളുള്ള ഒരു പ്രദേശം, അതിന് വേണ്ടത്ര സഹായം ലഭിക്കാത്തതിന്റെ ഫലമായി, വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതിന്റെ ഫലമായി, വേണ്ട സംരക്ഷണം ലഭിക്കാത്തതിന്റെ ഫലമായി ആ വികസനം സാധ്യമാകാതെ വന്ന, അതിന്റെ ആ സ്ഥാപനങ്ങളുടെ പ്രയോജനം ഈ നാട്ടിലെ ജനങ്ങൾക്ക് ലഭ്യമല്ലാതെ വന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇവിടെ കഴിഞ്ഞ 10 വർഷമായിട്ട് ജനപ്രതിനിധിയായിട്ടുള്ള വ്യക്തി, അദ്ദേഹം 5 വർഷം മന്ത്രിയായിരുന്നു, ടൂറിസത്തിന്റെ മന്ത്രിയായിരുന്നു. ടൂറിസം മേഖലയിൽ ഈ മണ്ഡലത്തിൽ ആകെ ഉണ്ടായിട്ടുള്ളത് ആക്കുളം കായലിന്റെ വികസനം എന്നുള്ള പേരിൽ കോടികളുടെ വെട്ടിപ്പാണ്. മാത്രമല്ല, ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടന്ന കാലത്ത് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകിയ ആളാണ്. സ്വന്തം വകുപ്പ് ഭരിക്കാൻ അറിയില്ല എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരാൾ. അങ്ങനെയുള്ളൊരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയെ ഈ മണ്ഡലത്തിൽ നിന്ന് തെരഞ്ഞെടുക്കേണ്ടതുണ്ടോ? അതോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കാഴ്ചവെച്ചിട്ടുള്ള വികസനത്തിന്റെ രാഷ്ട്രീയം, ആ രാഷ്ട്രീയം നടപ്പിലാക്കാൻ കഴിയുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രതിനിധി കേരളത്തിന്റെ നിയമസഭയിൽ എത്തണമോ എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം 2016-ൽ ഞാൻ ആദ്യമായിട്ട് ഈ മണ്ഡലത്തിൽ മത്സരിച്ചപ്പോ ഇവിടുത്തെ ജനങ്ങൾ നൽകിയ പിന്തുണ, ആ പിന്തുണ എനിക്ക് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. BJPക്ക് ഏതാണ്ട് 10,000-ൽ താഴെ വോട്ടുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ അതിന്റെ 4 ഇരട്ടി വോട്ട്, 43,000 വോട്ട് 2016-ൽ 43,000 ആളുകൾ എന്നെ പിന്തുണച്ചു. 10 വർഷക്കാലത്തിന് ശേഷം വീണ്ടും ഞാൻ ഇവിടെ വരുമ്പോൾ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ 5 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങൾ, 10,000-കണക്കിന് മനുഷ്യജീവനുകൾ രക്ഷിച്ച് വിദേശത്തു നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിന്റെ ചാരിതാർത്ഥ്യം, ആ ചാരിതാർത്ഥ്യത്തോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴക്കൂട്ടത്തെ എന്റെ സ്വന്തം നാട്ടുകാരുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും വരുന്നത്. ഈ മണ്ഡലത്തിലെ പ്രശ്നങ്ങൾ, കുടിവെള്ള പ്രശ്നം,
പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ, തെരുവിളക്കുകൾ, അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, വെള്ളക്കെട്ടിന്റെ പ്രശ്നം, ഇതെല്ലാം അറിയുന്ന ഒരാൾ എന്നുള്ളതിനെ ഈ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ഉള്ള വിധിയെഴുത്തായിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ മാറ്റണം എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അംഗീകാരം നൽകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇവിടെ നൽകിയിട്ടുള്ള സ്വീകരണത്തിന് നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും നന്ദി, എല്ലാവർക്കും നമസ്കാരം.